ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 2 ദിവസമായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ കേൾക്കാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതിനകത്ത് റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്യുന്ന അരുൺകുമാർ എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ ബാലാവകാശ കമ്മീഷൻ എന്ത് ചെയ്ത് കേസ് എടുത്തേക്കുവാണ്. എന്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കലോത്സവത്തിന് ഒപ്പനയ്ക്ക് പങ്കെടുത്ത ഒരു കുട്ടിയുടെ നേരെ എന്ത് ചെയ്യുക, ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്, കേസ് ബാലാവകാശ കമ്മീഷൻ എടുത്തിരിക്കുന്നത്. സോ ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ന്യൂസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബാലാവകാശ കമ്മീഷൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു റിപ്പോർട്ടർ ചാനലിൻ്റെ മേധാവിക്ക് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അന്ന് സംഭവിച്ചത്, എന്താണ് അന്ന് അദ്ദേഹം പറഞ്ഞതെന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടി ഞാൻ എടുത്തു നോക്കിയ സമയത്താണ് ഈ ഒരു കലോത്സവം ഇപ്പം തീർന്നിട്ടുണ്ടല്ലോ, ആ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒപ്പന കഴിഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടികളുടെ ഒരു ക്രിയേറ്റീവ് വീഡിയോ പോലെ എന്ത് ചെയ്തു, ഈ ഒരു ചാനലിൽ വർക്ക് ചെയ്ത ഒരു ക്രിയേറ്റീവ് വ്യക്തി എന്ത് ചെയ്യുന്ന ഒരു വീഡിയോ പോലെ എടുക്കുന്നു. ഒപ്പന ഇറങ്ങി വരുന്ന കുട്ടിയെ നോക്കി നിൽക്കുന്ന ഒരു ലവ് രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു കണ്ടൻറ്റാണ് ആ ഒരു വ്യക്തി എടുത്തിരുന്നത്. സോ അത് ചാനലിലെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു, ഈ ഒരു കലോത്സവത്തിൻ്റെ അവിടെ ചെന്ന് ഈ ഒരു റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ ഒരു അരുൺകുമാർ എന്ന വ്യക്തി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു വ്യക്തിയോട് ചോദിച്ചു, ഈ ഒരു വീഡിയോ ചെയ്ത വ്യക്തിയോട് ചോദിച്ചു, ആ കുട്ടിയെ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേന് പറഞ്ഞില്ല, പിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞു. ആ സമയത്തുണ്ടെങ്കിൽ അരുൺകുമാർ പറഞ്ഞു, കാണാതിരിക്കുന്നതാണ് നിനക്ക് നല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടോപ്പിക്ക് സംസാരിച്ച് അവസാനിപ്പിക്കുകയും ചെയ്തു. സോ ഇത് കേൾക്കുമ്പോഴത്തേന് ഇതിലെന്താണ് വലിയ കാര്യമെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഇതേ കണക്കാണ് ഈ ഒരു സംഭവത്തിൻ്റെ പേരിലാണ് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തേക്കുന്നത് ഈ ഒരു വ്യക്തിക്കെതിരെ. സോ എന്താണ് അതിൻ്റെ, ഞാൻ വീഡിയോ കണ്ടപ്പോഴും എന്താണത് വലിയൊരു സംഭവമാണോ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം എന്തെങ്കിലും ദ്വയാർത്ഥ പ്രയോഗങ്ങളോ ഒന്നും തന്നെ ആ ഒരു അരുൺകുമാർ നടത്തിയിട്ടതായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ എന്തിൻ്റെ പേരിൽ കേസെടുത്തു എന്ന് അറിയാനും വയ്യ. ബാലാവകാശ കമ്മീഷൻ പറയുന്നത് ദ്വയാർത്ഥ പ്രയോഗം എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ആ ഒരു കൊച്ചുകുട്ടിയുടെ ആ ഒരു രീതിയിലുള്ള വീഡിയോ എടുത്തതിനെ ബേസ് ചെയ്തും ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം സ്വമേധ ഈ ഒരു ബാലാവകാശ കമ്മീഷൻ കേസെടുത്തത്. സോ ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ ചിലപ്പം അവർ പറയുന്നത് ചിലപ്പം കറക്റ്റായിരിക്കും. പക്ഷെ ഒരു ദ്വയാർത്ഥ പ്രയോഗമോ അങ്ങനെ വല്ലതും നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമില്ല. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയാൻ പറ്റുന്നത്. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് കേട്ട സമയത്ത് ഓക്കെ, ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലാത്ത പക്ഷമാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.